KSRTCയുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ കൃത്യമായ മറുപടി ലഭിക്കാറില്ലെന്ന് വലിയ രീതിയിൽ പരാതികൾ ഉയരാറുണ്ട്. പരാതികൾ വ്യാപകമായതോടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ നേരിട്ടിടപെട്ടു. ഇതോടെ പണി കിട്ടിയത് 9 ജീവനക്കാർക്കാണ്. ഒരു യാത്രക്കാരനായി ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിലേക്ക് ഫോൺ വിളിച്ച മന്ത്രി ഗണേഷ് കുമാറിന് കൃത്യമായ മറുപടി നൽകാതിരുന്ന വനിതാ കണ്ടക്ടർമാർ ഉൾപ്പെടെയുള്ള 9 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പരാതി അറിയിക്കാനും ബസ് സമയം കൃത്യമായി അറിയാനുമാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. എന്നാൽ മിക്കപ്പോഴും ഇവിടേക്ക് വിളിക്കുന്ന യാത്രക്കാർക്ക് കൃത്യമായ മറുപടി ലഭിക്കാറില്ല എന്ന പരാതി വ്യാപകമായിരുന്നു. തുടർന്നാണ് മന്ത്രി യാത്രക്കാരൻ എന്ന രീതിയിൽ വിളിച്ചു നോക്കിയത്. ആദ്യം വിളിച്ചപ്പോൾ ജീവനക്കാർ ഫോൺ എടുത്തില്ല. പിന്നാലെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയും ലഭിച്ചില്ല. പിന്നാലെ ഫോൺ സ്വീകരിക്കാതിരുന്ന ജീവനക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ KSRTC MDയോട് മന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. മറ്റ് ജില്ലകളിലെ ഡിപ്പോയിലേക്ക് ഉൾപ്പെടെയാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയത്. യാത്രക്കാർക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കൺട്രോൾ റൂം ഒഴിവാക്കുമെന്നും പകരം ആപ്പ് സംവിധാനം കൊണ്ടുവരുമെന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. കൺട്രോൾ റൂമിൽ പലരും ജോലി ചെയ്യാതെ ഇരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഫോൺ വിളിയും പിന്നാലെയുള്ള സ്ഥലം മാറ്റം നടപടിയും. അതേസമയം സംഭവം നടക്കുമ്പോൾ ഡ്യൂട്ടിയിൽ ഇല്ലാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്.